ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിലെ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഉലുവക്കഞ്ഞിയാണ്. ഇത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് നാം ഇത് കഴിക്കുന്നത്. അങ്ങനെ ഈ രക്ഷ ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ബലവും നല്ല പ്രതിരോധ ശേഷി കൂട്ടാനും നമ്മെ സഹായിക്കുന്നു. നമുക്കിനി ഉലുവക്കഞ്ഞി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പിന് 1/4 കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കൊരു 8 മണിക്കൂറെങ്കിലും അത് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഞാനതെല്ലാം ചെയ്യുന്നത് രാത്രിയാണ്. രാത്രി ചെയ്തതിന് ശേഷം അത് മൂടി വെച്ചിട്ട് രാവിലെ നമുക്ക് അത് തുറന്ന് നോക്കാം. ഞാൻ മൂടി വെച്ചു. രാവിലെ തുറന്നപ്പോൾ ദാ ഉലുവ ഇങ്ങനെ ഉണ്ട്. ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഒഴിക്കാം. ഇതേ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കണം. ഇത് എല്ലാവർക്കും കഴിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഒരു 7 ദിവസമെങ്കിലും കഴിക്കണം. ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് കൊളസ്ട്രോൾ, ഷുഗർ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഉലുവ കഴിക്കുന്നത് മൂലം നമ്മുടെ ആരോഗ്യത്തിന് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ്. പിന്നെ മുലപ്പാലൊക്കെ വർദ്ധിക്കാൻ ഈ ഉലുവ കഴിക്കുന്നത് മൂലം നമ്മെ സഹായിക്കുന്നു. നമുക്കിനി ഇത് ഒരു കുക്കറിലോട്ട് ഒഴിക്കാം. വെള്ളത്തോടു കൂടി ഇതിന് നമുക്ക് അരി ആവശ്യമാണ്. ഇങ്ങനെ ഉലുവ മാത്രം ഇട്ട് വെക്കുമ്പോൾ നല്ല കയ്പ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് അരി എടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് തവിടോട് കൂടിയുള്ള അരി എടുക്കുന്നതാണ്. ഞവര അരി, ഉണക്കലരി, മട്ടരി, പച്ചരി ഇങ്ങനെയൊക്കെ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് ആ അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാക്കപ്പ് ഉലുവയ്ക്ക് 1 ഗ്ലാസ് അരിയെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഗോതമ്പും മിക്സി പൊടിച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള അത്ര അരി എടുക്കുക. അങ്ങനെ 1/2 ഗ്ലാസ്, ആ കയ്പ്പ് പ്രശ്നമില്ലെങ്കിൽ 1/2 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് നമുക്ക് അരി എടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് ഗോതമ്പ് നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 വിസിലെങ്കിലും വരണം. അത് വേവണ്ടേ? നമുക്ക് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഉലുവയും അരിയും ഗോതമ്പും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി തേങ്ങൻ്റെ 2ാം പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കാം. ഇത് 2ാം പാലാണ്. ഞാൻ 1/2 മുറി തേങ്ങ മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ആ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് ശർക്കര വേണ്ടവർക്ക് ശർക്കര അലിയിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഉപ്പിലാണ് കഴിക്കുന്നത്. ഉപ്പിട്ടിട്ടാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ശർക്കര വേണ്ടവർക്ക് ഈ സമയത്ത് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കഴിക്കുന്നത് മൂലം അതിൻ്റെ കയ്പ്പൊന്നും നമ്മളങ്ങനെ അറിയില്ല. അരിയിട്ടത് കൊണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സ്വാദുണ്ട്. കയ്പ്പൊന്നും ഉലുവൻ്റെ അങ്ങനെ അറിയുന്നില്ല. എല്ലാവരും ഇത് കർക്കിടക മാസത്തിൽ ഒന്ന് കഴിച്ചു നോക്കണം. ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും കഴിക്കണം.